ടിപ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിൽ ഫ്രിഡ്ജിൽ ആഹാരം സൂക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ ഉറപ്പാണ്. വീഡിയോയിലേക്ക് കിടക്കാം. ഭക്ഷ്യവിഷബാധയ്ക്കെതിരെയുള്ള മുൻകരുതലുകളിൽ ഏറ്റവും പ്രധാനം ശുചിത്വമാണ്. അടുക്കളയും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. ഭക്ഷണം ഉണ്ടാക്കുന്നവർ കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകിയതിനു ശേഷം മാത്രമേ പാചകം ചെയ്യാവൂ. വൃത്തിയുള്ള പാത്രങ്ങളിൽ മാത്രം ഭക്ഷണം നൽകണം. പച്ചക്കറി, മീൻ, മുട്ട, ഇറച്ചി തുടങ്ങിയവ പാചകം ചെയ്യുമ്പോഴുള്ള അവശിഷ്ടങ്ങൾ അടുക്കളയിലോ പരിസരത്തോ കൂട്ടിയിടാതെ യഥാസമയം പുറത്തു കളയണം. ഈച്ചശല്യം ഒഴിവാക്കണം. ചീന പച്ചക്കറികൾ, പഴകിയ മീൻ, മുട്ട, ഇറച്ചി എന്നിവ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. പച്ചക്കറികൾ ഉപ്പും വിനാഗിരിയും ഇട്ട് നന്നായി കഴുകിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. സാധാരണയായി 5 ഡിഗ്രി സെൽഷ്യസിന് താഴെ സൂക്ഷിക്കുന്ന ഭക്ഷണത്തിൽ ബാക്ടീരിയകളുടെ വളർച്ചയും പെരുകലും പൂർണ്ണമായും തടസ്സപ്പെടും. 70 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ചൂടിൽ പാചകം ചെയ്ത ഭക്ഷണത്തിൽ ബാക്ടീരിയകൾ നശിക്കുകയും അവ സുരക്ഷിതമായി ഇരിക്കുകയും ചെയ്യും. ആഹാര സാധനങ്ങൾ ശീതീകരിച്ചോ നന്നായി വേവിച്ചോ മാത്രം ഉപയോഗിക്കുക. പാകം ചെയ്തതും ചെയ്യാത്തതുമായ ഭക്ഷണങ്ങൾ ഒരുമിച്ച് സൂക്ഷിക്കരുത്. പാകം ചെയ്യാത്ത ഭക്ഷണങ്ങളിൽ ഉള്ള അണുക്കൾ പാകം ചെയ്ത ഭക്ഷണത്തിലേക്ക് കലരാനുള്ള സാധ്യത ഇങ്ങനെ ഒഴിവാക്കാം. പാകം ചെയ്യാത്ത മത്സ്യം, മാംസം തുടങ്ങിയവ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ മറ്റു ഭക്ഷണങ്ങളുമായി സമ്പർക്കം വരാത്ത രീതിയിൽ അടച്ചു വേണം സൂക്ഷിക്കാൻ. പാകം ചെയ്ത എല്ലാ ആഹാരവും അടച്ചു മാത്രമേ സൂക്ഷിക്കാവൂ. മത്സ്യം, മാംസം, പച്ചക്കറികൾ, പാകം ചെയ്ത ആഹാരം എന്നിവ ഫ്രിഡ്ജിന്റെ പ്രത്യേക സ്ഥലങ്ങളിൽ സൂക്ഷിക്കണം. ഇതിനാൽ പാകം ചെയ്ത ഭക്ഷണത്തിൽ നിന്ന് അപ്പോൾ ഭക്ഷിക്കാൻ ആവശ്യമായത് മാറ്റിവെക്കുകയും സൂക്ഷിച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്ന അളവ് ഭക്ഷണം ചൂടാറിയ ഉടൻ ഫ്രിഡ്ജിലേക്ക് മാറ്റണം. രാവിലെ ഉണ്ടാക്കിയ ആഹാരം രാത്രി ഫ്രിഡ്ജിലേക്ക് മാറ്റുന്ന രീതി പാടില്ല. ഫ്രീസറിലുള്ള മാംസം, മത്സ്യം തുടങ്ങിയവ പാകം ചെയ്യാനായി പുറത്തെടുക്കുമ്പോൾ തണുപ്പ് പൂർണ്ണമായി മാറിയ ശേഷം മാത്രം പാകം ചെയ്യുക. മണിക്കൂറുകൾ ഇവ പുറത്തു വെച്ചാലും വേഗത്തിൽ ബാക്ടീരിയകൾ പെരുകുന്നതിന് കാരണമാകും. ഫ്രീസറിൽ നിന്നുള്ള ഭക്ഷണം ആദ്യം ഫ്രിഡ്ജിന്റെ താഴെയുള്ള ഭാഗത്ത് നേരത്തെ ഇറക്കി വെച്ച് തണുപ്പ് കുറഞ്ഞ ശേഷം പുറത്തെടുക്കുന്നതാണ് ഉചിതം. ഭക്ഷണം കഴിച്ച ശേഷം ഉണ്ടാകുന്ന ഓക്കാനം, ഛർദി, മനംപുരട്ടൽ, ശരീരവേദന, ശരീരത്തിൽ തരിപ്പ്, വയറിളക്കം, വയറുവേദന, പനി എന്നിവയാണ് ഭക്ഷ്യവിഷബാധയുടെ പ്രധാന ലക്ഷണം. ഭക്ഷണം കഴിച്ചതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിലോ ചിലപ്പോൾ ഒരു ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഇടവേളയ്ക്ക് ശേഷമോ രോഗലക്ഷണങ്ങൾ പ്രകടമാകാം. നിർജ്ജലീകരണം തടയുന്ന പാനീയങ്ങൾ, ORS എന്നിവ കഴിക്കുക. നിർജ്ജലീകരണം കൂടുതലായി അനുഭവപ്പെട്ടാൽ ഉടൻ ആശുപത്രിയിൽ എത്തി വിദഗ്ധ ചികിത്സ തേടണം. ഭക്ഷ്യവിഷബാധയെ തുടർന്നുണ്ടാകുന്ന നിർജ്ജലീകരണം മരണത്തിന് വരെ ഇടയാക്കാം. ആഹാരം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന ആഹാരം 2 മണിക്കൂറിനുള്ളിൽ കഴിക്കുക. യാത്രകൾ ചെയ്യുമ്പോൾ മാംസാഹാരം കഴിക്കുന്നത് ഒഴിവാക്കാം. ജ്യൂസുകൾ വാങ്ങുമ്പോൾ ഐസ് സുരക്ഷിതമല്ലെന്ന് തോന്നിയാൽ ഒഴിവാക്കുക. പഴയതും പൂപ്പൽ വന്നതുമായ അച്ചാറുകൾ കഴിക്കരുത്. മയോണൈസിൽ പച്ചമുട്ട ചേർക്കരുത്. പാഴ്സലായി ആഹാരം വാങ്ങുമ്പോൾ കൂടെ കിട്ടുന്ന മയോണൈസ് ഉപയോഗിക്കാതിരിക്കുക. ഭക്ഷണം പഴകിയതാണെന്ന് തോന്നിയാൽ കഴിക്കാതിരിക്കുക. ഈ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഹെൽത്ത് ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.